ആരാ നിങ്ങൾ? നിങ്ങൾ ആരാന്ന്? അല്ല സാർ എന്താ പറഞ്ഞത്? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ശീതണ്ട് പ്രശാന്ത് നിങ്ങളല്ലേ പറഞ്ഞപ്പോ ഞാനങ്ങ് കൈ കൊടുത്തു പോയി സാറേ. അത് മറ്റാരുമല്ല. എനിക്ക് ഇയാൾ അന്ന് സംശയം ഉണ്ടായിരുന്നേ. ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ എന്നോട് ഇത് കാണിക്കില്ലായിരുന്നു. എന്നെ ഫൂളാക്കുമായിരുന്നു നിങ്ങൾ ഇത്രയും നാളും. ഞങ്ങൾ ഞെട്ടിപ്പോയി സാറേ. എന്നാ ഒരു വാക്കുകൊണ്ടെങ്കിൽ നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്രയോ നാളായി ഞാൻ കാത്തിരിക്കുകയാണ്. ഇത് കൊലച്ചതിയായി പോയി സാർ. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചു. വേണ്ട, താൻ ഒരു പുല്ലും പറയണ്ട. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. താൻ പറഞ്ഞത് ഞാൻ കുറെ കേട്ടത്. ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. എനിക്ക് നിങ്ങൾ അർജുൻ, ഇങ്ങനെ സെന്റിമെന്റൽ ആയാലോ? ശീതണ്ട് പ്രശാന്ത്. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സന്തോഷം, ഞാൻ രക്ഷപ്പെട്ടല്ലോ. എന്തായാലും തന്നെ പൊക്കി. ഇനി നിന്ന് മെഴുകാതെ ഉള്ള കാര്യം പറ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഇതിനിടയിൽ കളിച്ചവന്മാർ ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടത്തില്ല. രണ്ട് ഭാര്യമാര് വേണമല്ലേ നിങ്ങൾക്ക്? ഇവരോട് ഞാനൊരു 100 വട്ടം പറഞ്ഞതാ വേണ്ട വേണ്ട നിന്നോട്. 100 വട്ടം ഒന്നും പറഞ്ഞില്ല സാറേ. ഒരു വട്ടം പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം പുള്ളി സമ്മതിച്ചു. തൂഫാൻ തൂക്കി അങ്കിൾസീൻ തൂക്കി. എന്റെ മോനെ ചെയ്തില്ല സാറേ. വേണ്ട, ഇങ്ങനൊരു ബന്ധം എനിക്ക് വേണ്ട. അതെ, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാ, എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചാ. എനിക്കറിയില്ല. നീ ഇത് അനുഭവിക്കണോടാ. ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതി ശവത്തി കുത്തിയത്. കുത്തും. ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. അതിനർത്ഥം എന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്ന്. മാറിയിട്ടാണെങ്കിലും അറിഞ്ഞല്ലോ. അങ്ങനെ വിചാരിക്കാം. താനെന്തോ മിണ്ടാതിരിക്കണത്? എന്തെങ്കിലും ഒന്ന് പറയണം. അങ്ങനൊരു ബന്ധം തുടരാൻ എനിക്ക് ആഗ്രഹമേ ഇല്ല. ഇങ്ങനെ നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ? അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വക്കീലിന് അറിയോ? ഓ, ഇതങ്ങാടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തറവാടിന്റെ വാനം. ഇവരുടെ ശാപമുണ്ടല്ലോ, തലമുറകളോളം തന്റെ കുടുംബത്തെ പിന്തുടരും. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? എനിക്ക് മതിയായി. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്കൊന്നും ഓർമ്മയില്ല എന്റെ നന്ദു. എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.